പാലക്കാട് ജില്ലയിലെ എസ്കെൻ ഫോർട്ടിയുടെ പര്യടനം രണ്ടാം ദിവസമായി ഇന്ന് ഒറ്റപ്പാലത്ത് ബസ് സ്റ്റാൻഡിലാണ്. ലഹരി എന്ന മഹാവിപത്തിനെതിരെ കൈമൈ മറന്ന് പോരാടാൻ കേരളമാകെ ഒന്നിക്കുകയാണ്. എസ്കെൻ ഫോർട്ടി ജനകീയ യാത്രയുടെ രണ്ടാം ദിനവും വൻ ജനപങ്കാളിത്തം. വള്ളുവനാടിന്റെ ചരിത്രമുറങ്ങുന്ന ഒറ്റപ്പാലത്ത് നിന്ന് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയോടെയാണ് തുടക്കം. പരമ്പരാഗത കലാരൂപമായ തിറയാട്ടത്തോടെ വരവേൽപ്പ്. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിന് സമീപത്ത് ലഹരി എന്ന മഹാവിപത്തിനെ കുറിച്ച് ജനങ്ങൾ എസ്കെനുമായി സംവദിച്ചു. ഈ യാത്ര ഭാഗമായിട്ട് സർക്കാരിലേക്ക് കുട്ടികളുടെ ഈ പാഠ്യ പദ്ധതിയിൽ 1ാം ക്ലാസ് മുതൽക്ക് ഈ വിഷയം ഉൾപ്പെടുത്തണം, എന്നാലാണ് നമുക്ക് കുട്ടികളെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ നിർദ്ദേശം സർക്കാരിന് മുമ്പിൽ വെക്കണം എന്നുള്ള. തീർച്ചയായിട്ടും നമ്മൾ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. 24 ശ്രീകണ്ഠൻ നായരും നയിക്കുന്നോരോ ലഹരിക്കെതിരെയുള്ളൊരു പോരാട്ടത്തിൽ തുടർന്ന് കന്നുകാലി ചന്ത സ്ഥിതി ചെയ്യുന്ന വാണിയംകുളത്ത് വ്യാപാരി വ്യവസായി പ്രതിനിധികളും ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരുമടക്കം ലഹരിക്കെതിരെ അണിചേരാൻ വാണിയംകുളത്തെത്തി. തുടർന്ന് ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ തുറന്ന മൈതാനത്ത് ലഹരിക്കെതിരെ നാടിന്റെ പ്രഖ്യാപനം. സ്കൂൾ വരാന്തയിലൊക്കെ അപരിചിതരായ ആരെങ്കിലും മിഠായി തന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പേടിക്കത്തില്ല. ഉച്ചയ്ക്ക് ശേഷം മണ്ണാർക്കാട് എത്തിയ യാത്രയ്ക്ക് പിന്തുണയുമായി കുടുംബശ്രീ, അംഗൻവാടി വർക്കേഴ്സ്, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാ വർക്കേഴ്സ് എന്നിവരുമെത്തി. അല്ല, അതാണ് ഇപ്പൊ ഇവിടെ ഏറ്റവും വലിയ വിപത്ത് ഉണ്ടാക്കുന്നത്. ഇപ്പൊ പല അക്രമങ്ങളും പിള്ളേരുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകുന്നതിന് ബേസിക് ആയിട്ടുള്ള കാരണം ലഹരി തന്നെയാണ്. എല്ലാ പ്രവർത്തനം നടത്തുന്നതുകൊണ്ട് നമുക്കൊരു വിശ്വാസമുണ്ട് പാടെ തുടച്ചു നിൽക്കുന്നുള്ളത്. ഉറപ്പാണ്. മണ്ണാർക്കാട് നടന്ന സമാപന സമ്മേളനത്തിൽ വൻ ജനപങ്കാളിത്തമാണുണ്ടായത്. യാത്ര കഴിഞ്ഞ് 15 ദിവസം കഴിയുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സാന്നിധ്യത്തിൽ ഒരു റിപ്പോർട്ട്, സംശുദ്ധിയോടെ സത്യങ്ങൾ മാത്രമുള്ള റിപ്പോർട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കും. കാരണം ഈ കേരളത്തിൽ രാസലഹരി വിൽക്കുന്ന ആളുകൾ ഉണ്ടാകാൻ പാടില്ല. ആ ഒരൊറ്റ ആത്മാർത്ഥതയ്ക്ക് വേണ്ടി ഒരു ചോര കിനിയുന്ന സത്യസന്ധതയുടെ പേരിൽ ഒരു റിപ്പോർട്ട് നമ്മൾ കൊടുക്കും. നാളെ മലപ്പുറം ജില്ലയിലാണ് കേരള യാത്ര. 24 പാലക്കാട്.